കേരള മുസ്ലിം ജമാഅത്തിൻ്റെ നേതൃത്വത്തിൽ കേരള യാത്ര ജനുവരി 1 കാസർഗോഡിൽ നിന്ന് ആരംഭിച്ച് ഈ തിരുവനന്തപുരത്തെ ഈ അനന്തപുരിയിൽ പര്യവസാനിക്കുന്ന ഈ മഹത് സമ്മേളനത്തിന് ക്രൈസ്തവ സഭകളെ പ്രതികരിച്ചുകൊണ്ടുള്ള കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ പേരിലും ഞാൻ പ്രതിദാനം ചെയ്യുന്ന ബിലീവേഴ്സ് ക്രിസ്ത്യൻ സഭയുടെ പേരിലുമുള്ള ആശംസകളെ ഈ സമയത്ത് ആദ്യമായി അറിയിക്കട്ടെ. സമസ്ത കേരള ജമാഅത്തുൽ ഉലമ സെന്റിനറിയുടെ ഭാഗമായി ഈ കേരള യാത്രയ്ക്ക് നേതൃത്വം വഹിക്കുന്ന കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുമായ കാന്തപുരം AP അബ്ദുൽ ഖയാർ മുസ്ലിയാരുടെ നായകത്വത്തിൽ നടക്കുന്ന ഈ റാലിയുടെ സമാപന സമ്മേളനത്തിൽ ഏറ്റവും ഉത്കൃഷ്ടവും ശ്രേഷ്ഠവുമായ മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തെ ആസ്പദമാക്കി മനുഷ്യ മനസ്സുകളിൽ മനുഷ്യത്വത്തിൻ്റെ ഉദാത്തമായ മൂല്യങ്ങളെ ജനങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം തയ്യാറായ ഇവിടെ കടന്നു കൂടിയിരിക്കുന്ന ജനലക്ഷങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് ആ പ്രതിജ്ഞ എടുക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും തയ്യാറാകാം. മനുഷ്യത്വം എന്നുള്ളത് മറ്റുള്ള സർവേശ്വരൻ്റെ യാതൊരു സൃഷ്ടിക്കും അവകാശപ്പെടുവാൻ സാധിക്കാത്ത, ബൈബിൾ പ്രതിദാനം ചെയ്യുന്ന, അതായത് സൃഷ്ടിയുടെ മുകുടമായ മനുഷ്യൻ, ആ മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന മനുഷ്യത്വത്തിൻ്റെ ആ മൂല്യങ്ങളാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്നുള്ളത് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ പരിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്ന എല്ലാ ഞങ്ങളുടെ മത സഹോദരന്മാർക്കും ഞാൻ അത് ഏറ്റെടുക്കുന്ന ആ വലിയ കാഴ്ചപ്പാടുകൾക്കും ഞാൻ നന്ദി കരയറ്റുകയാണ്. സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ മധ്യത്തിൽ എന്നും മതേതരത്വ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള ജമാഅത്തിയുടെ, പ്രത്യേകിച്ച് കാന്തപുരം മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള ഈ സംഘടനയ്ക്ക് സാധിക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും ബൈബിളിൽ വിഭാവന ചെയ്യുന്ന ഒരു വലിയ കാഴ്ചപ്പാടുണ്ട്. മനുഷ്യത്വത്തിൻ്റെ 3 മനോഭാവങ്ങളെക്കുറിച്ച് ഇശയ്യാ നബി പറയുന്ന ഒരു കഥ ഈ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അതായത് ഇശയ്യാ നബി പറയുന്നു, ഒരു വഴിയാത്രക്കാരൻ, ആ വഴിയാത്രക്കാരനെ ആക്രമിക്കുന്ന കവർച്ചക്കാർ, മതപുരോഹിതന്മാരും ലേവ്യരും അത് കാണാതെ കടന്നു പോകുമ്പോൾ നല്ല ശമരിയാക്കാരനായ ആ വ്യക്തിത്വം, മനുഷ്യത്വത്തിൻ്റെ ഉദാത്തമായ ആ പ്രതീകം, ആ വ്യക്തിയെ ഏറ്റെടുക്കുകയും തനിക്ക് ശുശ്രൂഷ നൽകി സത്രത്തിൽ ചെയ്യുവാനായിട്ടിടയായി തീർന്നു. ഇത് മനുഷ്യത്വത്തിൻ്റെ 3 മനോഭാവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇശയ്യാ നബി പറഞ്ഞ ആ കഥയിലെ ഒന്നാമത്തെ കഥാപാത്രമായ കവർച്ചക്കാരൻ ഇന്നത്തെ ജനസമൂഹം നേടുന്ന മറ്റുള്ളവൻ്റെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന, മറ്റുള്ളവൻ്റെ വ്യക്തിത്വത്തെ ഹനിക്കുന്ന ആ മനോഭാവത്തിൽ നിന്ന് നമ്മൾ പിന്തിരിയണം എന്നുള്ളതാണ്. രണ്ടാമത്തേത്, മതങ്ങൾ വേലിക്കെട്ടുകൾ അല്ലെങ്കിൽ വേർതിരിവുകൾ നടത്തുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുവാനും നമ്മുടെ വിശ്വാസങ്ങൾ ഊട്ടിയുറപ്പിക്കുവാനും ഏക സഹോദരങ്ങളെപ്പോലെ കഴിയുവാനും നമുക്ക് സാധിക്കണം. മൂന്നാമത്, നമുക്കുള്ളത് മറ്റുള്ളവനുമായി പങ്കുവയ്ക്കുന്ന ആ നല്ല മനുഷ്യത്വത്തിൻ്റെ മുഖമായി തീരുവാൻ സർവകൃപാലുവായ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കുവാൻ ഈ സമ്മേളനത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിന്ന് വിരമിക്കുന്നു.